പാലക്കാട്ട് 9 വയസ്സുകാരിയുടെ കൈമുറിച്ച് മാറ്റിയ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് അമ്മ പ്രസീത ഇന്നലെ നമ്മുടെ ചർച്ചയിലടക്കം നമ്മുടെ പ്രതികരണത്തിലടക്കം അവർ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ആരോപണവും ഉയർത്തിയിരുന്നു. ഇതിന് പിന്നാലെ ആണിപ്പോൾ സർക്കാർ അടിയന്തര സഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ ഇപ്പോൾ കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രശ്നമായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് അമ്മ പ്രസീതയും അച്ഛൻ വിനോദും അടക്കം നമ്മളോട് പറയുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ഘട്ടത്തിൽ ആണ് ഇപ്പോൾ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള പണം കൈമാറാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. ചേച്ചി, ചെറിയ ആശ്വാസമായോ? ചെറിയ ആശ്വാസമൊന്നും ആയിട്ടില്ല. കാരണം നമുക്ക് ഈ 2 ലക്ഷം രൂപ കിട്ടിയിട്ടൊന്നും ആവാൻ പോകില്ല. അപ്പം നമ്മളിപ്പോൾ എന്താന്ന് പറഞ്ഞാൽ അവർ നമ്മളെ 2 ലക്ഷം രൂപയിൽ ഒതുക്കണമെന്നാണ് പറയുന്നത്. കാരണം ഇതൊന്നും കിട്ടിയിട്ട് നമുക്ക് ഒന്നിനും തികയില്ല. ഇനി മരുന്ന് അതൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇനി പോയാലും ഇനി ഇങ്ങോട്ടേക്ക് വരണം ഹോസ്പിറ്റൽ. 2 ലക്ഷം രൂപ നിങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങൾക്ക് മാത്രമല്ല, നമ്മൾ ഇതിൽ ചിലപ്പോൾ ഒതുക്കില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയും ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഇതൊന്നും എവിടെയും ആയില്ല. ഞങ്ങൾക്ക് ഇനി പോയാലും ഞങ്ങൾക്ക് വാടക, പിന്നെ കറണ്ട് ബില്ല്, അങ്ങനെയുള്ള, പിന്നെ നമ്മൾ വാടക വീട്ടിലില്ല ഇരിക്കുന്നത്, അതിൻ്റെ നോക്കണമല്ലോ നമുക്ക്. അപ്പോൾ ഇനി സ്കൂളിലേക്ക് അവനെ പോകുമ്പോൾ അവൻ്റെ ഓട്ടോ ചാർജ് ഉണ്ട്, പിന്നെ അവിടെയുള്ള ചിലവുണ്ട്. നമ്മൾ അവിടെ കടം മേടിച്ചിട്ടാണല്ലോ വന്നത്. ഞാൻ അവർക്ക് കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ അവർ നമ്മുടെ വീട്ടിൽ വന്ന് ചോദിക്കുമല്ലോ. അപ്പം ഇനി അതുണ്ട് ഇനി. അപ്പോൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ട് ഫണ്ട് അനുവദിക്കണമെന്ന് MLA ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രിയോടുകൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതറിഞ്ഞിരുന്നോ? സഹായത്തിലേക്ക് കടക്കുന്നുണ്ട്. എന്നെ സൂചനയാണെന്നാണ് പറയുന്നത്. പൂർണ്ണമായിട്ട് നിങ്ങളെ ചേർത്ത് നിർത്തുമെന്നുള്ള ഉറപ്പും കൂടി പറയുന്നു. ഇപ്പൊ നമുക്ക് എന്താ നമ്മൾ പറയുന്നത്? ഞങ്ങൾക്ക് ഇപ്പൊ ഇതൊന്നും കാര്യമില്ല കേട്ടോ. നമുക്ക് ഇതൊന്നും ഒരു ഇതല്ല. നമുക്ക് എന്തായാലും ഇതൊന്നും നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. എനിക്കല്ല, എൻ്റെ മകൾക്ക് ഇതൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. ഇനി കൈ വെക്കണമല്ലോ. നമുക്ക് കൈ വെക്കാനും വലിയ തുകയാവില്ല. അതൊക്കെ പറയുന്നത് നല്ല കൈ വെക്കണമെങ്കിൽ 25 ലക്ഷം രൂപയെങ്കിലും ആവുമെന്നാണ് പറഞ്ഞത്. ഇപ്പം ഈ 2 ലക്ഷം രൂപയ്ക്ക് നമുക്ക് 2 ലക്ഷം രൂപ എവിടെ നിന്ന് എന്തിനു പറ്റും? ഒന്നിനും പറ്റില്ല. നമുക്ക് ചിലവിന് മാത്രമേ പറ്റുള്ളൂ. ഒന്നും ആവില്ല. നമുക്ക് എന്തായാലും ഈ തുകയൊന്നും നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് എന്തായാലും നല്ലൊരു തുക തന്നെ വേണം. കാരണം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിയ പിഴവല്ല, ഇത് ഗവൺമെൻറ്റിൻ്റെ നിന്ന് പറ്റിയ പിഴവാണ്. അപ്പം നമുക്ക് അതെന്തായാലും നല്ലൊരു തുക വേണം. ഞങ്ങൾ അതന്നെ പറയുന്നത്. എല്ലാവരോടും നമ്മൾ അതാണ് പറയുന്നത്. ഞങ്ങൾ ഇതിൽ ഒതുക്കല്ലേ, അതന്നെ നമുക്ക് പറയാനുള്ളൂ. എല്ലാവരും, മന്ത്രി, MLA എല്ലാവരോടും ഞങ്ങൾ പറയണം. നമുക്ക് ഇതിന്ന് കിട്ടിയിട്ട് കാര്യമില്ല സാറന്മാർ. ഞങ്ങൾക്ക് നല്ലൊരു തുക തന്നെ വേണം. എൻ്റെ മോളുടെ കൈ പോയത് തന്നെയാണ്. ഇനി തിരിച്ച് കിട്ടാൻ പോകണില്ല. അപ്പം നമുക്ക് അത് വേണം എന്തായാലും. മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ അനുവദിച്ചതിന് ശേഷവും അമ്മ പറയുന്നത് അതൊന്നും പോരാ സാറേ, ഇനിയും ആവശ്യമുണ്ട്. തങ്ങളുടെ കുട്ടിയുടെ കൈയാണ് പോയത്. വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. വീണ്ടും ഉള്ള പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ഏതാണ്ട് 60 ദിവസക്കാലമായിട്ട് അച്ഛൻ ജോലിക്ക് പോകാത്ത സാഹചര്യം. ഇവിടെ ഈ ആശുപത്രിയിൽ തുടരുകയാണ് ഈ വിനോദിനി. അങ്ങനെ ഇനി അങ്ങോട്ടുള്ള വിദ്യാഭ്യാസ ആവശ്യങ്ങൾ കുട്ടിക്ക് കൈ വേണം എന്ന് ആവർത്തിക്കുകയാണ് അമ്മ. എന്തായാലും ചില സഹായം ഇപ്പോൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിന് പിന്നാലെയാണ് അമ്മയുടെ പ്രതികരണം ഇപ്പോൾ 24 നടത്തിയിരിക്കുന്നത്. കോഴിക്കോട് നിന്നും അഭിത് കല്ലായിക്കൊപ്പം YS അഭിനന്ദ്, 24.